ഗ്രാഫിക് ഡിസൈൻ മലയാളത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ലെറ്റർ പാഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ലെറ്റർ പാഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ A4 സൈസ് ഒരു പേപ്പറാണ് എടുക്കുന്നത്, A4 ആണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ A4 സൈസിലൊരു പേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ടോപ്പിൽ നിന്നും ഒരു 2 സെൻറ്റിമീറ്റർ ഗൈഡ് ലൈൻ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്, മാർജിൻ. അതിനുവേണ്ടി ഞാനിവിടെ വ്യൂവിനകത്ത് പോയി ന്യൂ ഗൈഡ് എന്ന ഓപ്ഷനിൽ 2 സെൻറ്റിമീറ്റർ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ന്യൂ ഗൈഡിലെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഹൊറിസോണ്ടൽ എടുക്കുന്നു. അതിനുശേഷം 2 സെൻറ്റിമീറ്റർ കൊടുത്ത് ഓക്കെ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഗൈഡ് ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഗൈഡ് ലൈന് താഴേക്കാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ടോപ്പിൽ നമ്മൾ മാർജിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്കുള്ള മാറ്റർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ തന്നിരിക്കുന്ന ഫസ്റ്റ് ലോഗോ ആണ്. ലോഗോ കഴിഞ്ഞിട്ട് അവരുടെ പേര് ഓർഗാനിക് പ്രോഡക്ട്സ് എന്നാണ്. അപ്പോൾ ഈ ഓർഗാനിക് പ്രോഡക്ട്സ് കോപ്പി ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാനൊരു ഇമേജ് ഇവിടെ പ്ലേസ് ചെയ്യുകയാണ്. ഒരു ഇലയുടെ പടമാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ പേജിലേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് ലോഗോ ആക്കുകയാണ്. ഇതൊരു റൗണ്ടിലേക്ക് കൊടുക്കാനാണ് ഞാൻ നോക്കുന്നത്. ഒരു റൗണ്ട് ഷേപ്പ് ഞാനിവിടെ വരയ്ക്കുകയാണ്. റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് ഞാൻ ഇതൊരു ന്യൂ ലെയറിലേക്ക് കൊടുക്കുകയാണ്. ന്യൂ ലെയറിൽ കൊടുത്ത് ഇതിനൊരു സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എഡിറ്റിനകത്ത് പോയിട്ട് സ്ട്രോക്ക് എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് 5px കളർ ബ്ലാക്കിൽ ഓക്കെ കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു സ്ട്രോക്ക് കൂടി ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ എല്ലാവരുടെ സിമ്പിൾ ഇതിനകത്തോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഓർഗാനിക് പ്രോഡക്ട്സ് എന്നുള്ളത് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് പേസ്റ്റ് ചെയ്യുവാണ്. ഓർഗാനിക് പ്രോഡക്ട്സ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഓർഗാനിക് പ്രോഡക്ട്സ് എന്നുള്ളത് നമ്മളിവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. അത് ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തിട്ട് ഞാനിതിൻ്റെ ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഓർഗാനിക് ആയതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ കളർ പ്രിഫർ ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ റൗണ്ട് ഷേപ്പിലേക്ക് ആക്കുന്നതിനാണ്. റൗണ്ട് ഷേപ്പിലേക്ക് ആക്കാൻ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്ഷൻ ബാറിൽ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫ്രാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഞാൻ ആദ്യത്തെ ആർക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നല്ലപോലെ ഒരു കർവ് അല്ലെങ്കിൽ ആർക്ക് നല്ലപോലെ ഇങ്ങനെ ആക്കിയെടുക്കുന്നു. അതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിനെ ഒന്ന് മൂവ് ചെയ്ത് ഈ ഒരു റൗണ്ടിൻ്റെ അകത്തേക്ക് ട്രാൻസ്ഫോം ചെയ്യുവാണ്. Ctrl+T കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഓർഗാനിക് പ്രോഡക്ട്സ് എന്ന്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോഗോയാണ്. അപ്പോൾ നമ്മൾ ഓർഗാനിക് പ്രോഡക്ട്സ് എന്ന് ഇതിനകത്ത് പേര് കൊടുത്തു. ഇനി നമ്മുടെ ഈ ഇലയൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് സെലക്ഷൻ ടൂൾ എടുക്കുകയാണ്. മാജിക് പോയിൻറ്റ് ടൂൾ എടുത്തതിന് ശേഷം ഈ ഇലയുടെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഗ്രീൻ കളറ് ഇവിടുന്ന് പിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പോയി പെയിൻറ്റ് ബക്കറ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫില്ല് ചെയ്തു. അത് കുറച്ചുകൂടി ഡാർക്ക് കളർ എടുത്തിട്ട് ഞാൻ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ലൈറ്റ് ഷാഡോയും കൂടി ഇതിനെ കൊടുക്കുകയാണ്. ലൈറ്റ് ഷാഡോയും കൂടെ ഇതിനെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഷാഡോയും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ഒന്ന് മൂവ് ചെയ്ത് ഞാൻ ഇതിനകത്തേക്ക് ആക്കി കൊടുക്കുകയാണ്. നമ്മൾ സിമ്പിളായിട്ടൊരു ലോഗോ ആണ് ചെയ്തത്. ഇത്രയുമേ നമ്മൾ
ലോഗോയിൽ കൊടുക്കുന്നുള്ളൂ. അപ്പം ഇതെല്ലാം കൂടെ ഞാനൊരു ഒറ്റ ലെയർ ആക്കുവാണ്. അപ്പോൾ ഈ ലെയറെല്ലാം ഒറ്റ ലെയർ ആക്കാനായിട്ട് നമ്മൾ ലെയറിൻ്റെ ഓപ്ഷൻസിൽ വന്നതിന് ശേഷം വേണ്ട എത്ര ലെയർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മെർജ് ലെയേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. മെർജ് ലെയേഴ്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ ലെയറാവും. ഇപ്പോൾ ഇവിടെ നോക്കിയറിയാം ഇത് മൂവ് ചെയ്യാവുന്നതായിട്ട്. അങ്ങനെ ഞാനിത് മെർജ് ലെയർ ആക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിത് പേജിൻ്റെ സൈഡിലേക്ക് കൊടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ലെഫ്റ്റിലേക്ക് 1 സെൻറ്റിമീറ്റർ ഒരു ഗൈഡ് ലൈനും കൂടെ കൊടുക്കുകയാണ്. ഗൈഡ് ലൈൻ കൊടുത്തതിന് ശേഷം അതവിടെ പ്ലേസ് ചെയ്തു. നമ്മുടെ ലോഗോ അവിടെ വെച്ചു. ഇതിന് ശേഷം ഇനി നമ്മൾ മാറ്റർ ആഡ് ചെയ്യുകയാണ്. അതായത് ഓർഗാനിക് പ്രോഡക്ട്സ് തന്നെയാണ്. അപ്പോൾ ഓർഗാനിക് പ്രോഡക്ട്സ് എന്നുള്ളത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. ഫോണ്ടൊക്കെ നമുക്ക് നല്ല ഫോണ്ട് നോക്കി, ലെറ്റർ പാഡിനകത്ത് ഫോണ്ടും ഒക്കെ ഉള്ളൂ, അല്ലാതെ അധികം മാറ്ററില്ലാത്ത കാരണം നല്ല ഫോണ്ട് നോക്കി സെലക്ട് ചെയ്ത് എടുക്കുന്നതാണ് കാണാനൊരു ഭംഗി കിട്ടുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ടാണ് കൊടുക്കുന്നത്, ഓർഗാനിക് പ്രോഡക്ട്സിന്. ഒരുപാട് വലിപ്പം ഫോണ്ടിന് വേണ്ട, ലെറ്റർ പാഡ് ആയതുകൊണ്ട് അപ്പോൾ ആവശ്യത്തിന് വലിപ്പം കൊടുക്കുക. അതിനുശേഷം അവരുടെ സബ് ടൈറ്റിലായിട്ട് തന്നിരിക്കുന്ന മാറ്റർ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. സബ് ടൈറ്റിലും കൊണ്ടുവന്ന് ഇവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. സബായിട്ട് വരുന്ന ടൈറ്റിലിൽ നിന്ന് നമ്മൾക്ക് സാധാ ഫോണ്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഏരിയൽ നാരോ എന്ന് പറഞ്ഞ ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ്. ഈ ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന് താഴെ കൊടുക്കുന്നു. അതിനുശേഷം ഇതിന് ഫോണ്ട് സൈസ് കൂടെ ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഫോണ്ട് സൈസ് ഒരു 16 മതി. അതിനുശേഷം നമ്മുടെ കളറ് ബ്ലാക്ക് ആക്കി കൊടുക്കുകയാണ്. ബ്ലാക്ക് കളറിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ക്യാപിറ്റലൈസേഷൻ ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് കറക്റ്റ് പൊസിഷനിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള മാറ്റർ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഈ ലോഗോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ലോഗോ നമുക്ക് ഇത്രയും വലുപ്പം വേണ്ട, ആ മാറ്ററിൻ്റെ അത്ര നിന്നാൽ മതി. ഇത്രയും കൊടുക്കുന്നു. അതിനുശേഷം മാറ്റർ ഒന്നുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഒരു ഗൈഡ് ലൈൻ ഞാൻ താഴെ ബോട്ടം ഭാഗത്തും താഴെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1.5 സെൻറ്റിമീറ്ററോളം ഇവിടെ ഞാനൊരു ഗൈഡ് ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അടുത്ത മാറ്റർ നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട് വരികയാണ്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് സ്ട്രീറ്റ് അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്സ്, വെബ്സൈറ്റ്, അതുപോലെ തന്നെ ഫോൺ നമ്പർ. ഇത്രയും അഡ്രസ്സ് കൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ഞാനിവിടെ ബോട്ടം ഭാഗത്തായിട്ടാണ് കൊടുക്കുന്നത്. ഫോണ്ട് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 12 ഫോണ്ട് മതി. 12 ഫോണ്ടിൽ ഹെഡിങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൊടുക്കുക. ഇവിടെയുണ്ട് അലൈൻമെൻറ്റിൻ്റെ ഓപ്ഷൻ. നമ്മൾ ലെഫ്റ്റ് അലൈൻമെൻറ്റ് ഓപ്ഷൻ കൊടുക്കുക. ശേഷം ഇത് കറക്റ്റ് പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ് ഇങ്ങനെ നമുക്കൊരു ലെറ്റർ പാഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മാറ്റർ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ചെറിയൊരു ഡിസൈനും കൂടെ ഇതിലേക്ക് കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഞാനിവിടുന്ന് ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ഇവിടുന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വരച്ച് കൊടുക്കുകയാണ്. ന്യൂ ലെയറിലേക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു ഗ്രീൻ കളർ തന്നെ ഫില്ല് ചെയ്യുകയാണ്. ഒരു ഗ്രീൻ കളറിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കോർണർ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഇത്രയും പോർഷൻ ഞാനൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കളയാണ്. പെൻ ടൂൾ വെച്ചാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത്
അതിനുശേഷം വേണ്ടാത്ത പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ കണ്ടോ, നമുക്കൊരു ഷേപ്പ് അവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഏറ്റവും താഴെ പോർഷനിൽ ഒരു പുതിയ ലെയറോട് ക്രിയേറ്റ് ചെയ്ത് അവിടെയും ഒരു ഗ്രീൻ കളറ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതേ ഒരു ലെയർ, ഈ ഒരു ലെയർ ഞാൻ ഇവിടുന്ന് വീണ്ടും Ctrl J കൊടുത്ത് ഒരു കോപ്പി എടുത്തതിന് ശേഷം ഏറ്റവും താഴെ ഭാഗത്ത് കൊണ്ടുവന്നതിന് ശേഷം അത് ഒന്ന് ഫ്ലിപ്പ് ചെയ്യുകയാണ്. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഷേപ്പ് വരും. ആ ഷേപ്പിലേക്ക് ഞാനൊരു കളറ്, ഒരു ലൈറ്റ് ഓറഞ്ച് കളറ് ഫില്ല് ചെയ്യുകയാണ്. കുറച്ച് സ്മോളാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ലെറ്റർ പാഡ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. താങ്ക് യു.